പി.വി. അൻവർ ഈ ബേപ്പൂരിലെ സത്യാന്വേഷണ യാത്ര നടത്തുന്ന സമയത്ത് നമ്മൾ നിലമ്പൂരും ഒരു സത്യാന്വേഷണ യാത്ര നടത്തേണ്ടതുണ്ട്. ആ ഒരു റീബിൽഡ് നിലമ്പൂരിൽ ഏകദേശം 275ഓളം വീടുകൾ പല ആളുകൾ സംഭാവനയായിട്ട് പണിത് നൽകാം എന്നൊക്കെ പറഞ്ഞിരുന്നു. എനിക്ക് അതിൽ 100 വീടുകൾ ഊരാളുങ്കൽ സൊസൈറ്റി തന്നെ നൽകാമെന്നാണ് വാഗ്ദാനം ഉണ്ടായിരുന്നത്. ഈ 100 വീടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ 273 വീടോ ഇപ്പോൾ എവിടെയാണ്, അല്ലെങ്കിൽ ഈ പദ്ധതി എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒന്നും അറിയത്തില്ല എന്നുള്ളതാണ് വസ്തുത. ബാക്കിയുള്ള ഇത്രയും 275ഓളം വീടുകൾ പണിത് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകൾ വാഗ്ദാനം നൽകിയിട്ടും ഈ 4.5 ഏക്കറോളം ഭൂമി പലരിൽ നിന്നായി സംഭാവനയായിട്ട് ലഭിച്ചിട്ടും എന്തുകൊണ്ടാണ് റീബിൽഡ് നിലമ്പൂർ നടക്കാതെ പോയത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് പി.വി. അൻവർ ആൻസറബിളാണ്. 275 വീടുകൾ സംഭാവനയായിട്ട് നിലമ്പൂരിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ടതായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഏകദേശം 4.25 ഏക്കറോളം സ്ഥലവും കണ്ടെത്തി. മുഹമ്മദ് റിയാസിന് ഏതെങ്കിലും തരത്തിലൊരു ടെൻഷൻ ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഏകദേശം 1416 കോടിയുടെ വികസന പദ്ധതികൾ ബേപ്പൂരിൽ നടപ്പിലാക്കിയിട്ടുള്ള ആളാണ് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ ബേപ്പൂർ ഹാർബറിനെ കുറിച്ചൊക്കെ ഇദ്ദേഹം സംസാരിക്കുന്നുണ്ടല്ലോ, ഒന്ന് പോയി കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനുശേഷം വേണം ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട്. ഏകലും ബേപ്പൂരെ വികസനം അത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്, അതിനകത്ത് ഒരു സംശയത്തിൻ്റെയും അടിസ്ഥാനമില്ല. പി.വി. അൻവർ സത്യാന്വേഷണ യാത്ര നടത്തേണ്ടത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിലമ്പൂരാണ്. നമസ്കാരം. ബേപ്പൂരിൽ അൻവറാണ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ മന്ത്രി പി മുഹമ്മദ് റിയാസിന് ഇത് ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ടോ? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഇപ്പോൾ ബേപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് സിനിമകളിലൊക്കെ കാണുന്ന അതേ രീതിയിലുള്ള ചില ആക്ടിങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും രസകരമായ ഒരു കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നലെ പി.വി. അൻവർ ഫാൻസ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. അതിനകത്ത് ചാലിയം ഫിഷ് ലാൻഡിങ് ഇതാണോ നിങ്ങൾ പറഞ്ഞ വികസനം, അതായത് ഒരു കുറച്ച് ചെളിയിലൊക്കെ പി.വി. അൻവർ ഇറങ്ങി നിൽക്കുന്ന ഒരു AI ഫോട്ടോയാണ് അവിടെ പ്രചരിപ്പിച്ചിരിക്കുന്നത്. ഇതിന് ഏകദേശം 7.6K ലൈക്ക് ഉണ്ട്, 1.1K കമൻ്റ് ഉണ്ട്, 429ഓളം ഷെയറുകൾ പോയിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഇദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സത്യാന്വേഷണ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബേപ്പൂരിൽ. ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലുകളിൽ പോകുന്നു. ഹോസ്പിറ്റലുകളിൽ ചെന്നതിന് ശേഷം അവിടെ ഉള്ള രോഗികളെ കാണുന്നു. അവിടെ വികസനമില്ല എന്ന് പറയുന്നു. ഇതെല്ലാം പോകുന്ന ESI റഫറൽ ഹോസ്പിറ്റലൊക്കെ ചെന്നിട്ടാണ് ഈ വലിയ വീരവാദം അടിക്കുന്നത് എന്നുള്ളൊരു മറ്റൊരു വസ്തുതയുണ്ട്. ഇത് കൂടാതെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പി.വി. അൻവർ ഈ ബേപ്പൂരിലെ സത്യാന്വേഷണ യാത്ര നടത്തുന്ന സമയത്ത് നമ്മൾ നിലമ്പൂരും ഒരു സത്യാന്വേഷണ യാത്ര നടത്തേണ്ടതുണ്ട്. ഈ നിലമ്പൂർ സത്യാന്വേഷണ യാത്ര നമ്മൾ നടത്തേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2019 നിലമ്പൂരിലുണ്ടായിട്ടുള്ള പ്രളയമുണ്ട്. ആ പ്രളയത്തിൽ അനേകം ജീവനുകൾ നഷ്ടപ്പെട്ടു, അനേകം ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൂടാതെ, അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് വീടുകൾ ഉണ്ടാക്കുന്നത് കൂടാതെ തന്നെ റീബിൽഡ് നിലമ്പൂർ എന്ന പേരിൽ പി.വി. അൻവർ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു, റീബിൽഡ് നിലമ്പൂർ. അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് അക്കൗണ്ട് എടുത്തിരുന്നു. അതുകൂടാതെ അതിന് വേണ്ടിയിട്ടൊരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ആ ഒരു റീബിൽഡ് നിലമ്പൂരിൽ ഏകദേശം 275ഓളം വീടുകൾ പല ആളുകൾ സംഭാവനയായിട്ട് പണിത് നൽകാം എന്നൊക്കെ പറഞ്ഞിരുന്നു. എനിക്ക് അതിൽ 100 വീടുകൾ ഊരാളുങ്കൽ സൊസൈറ്റി തന്നെ നൽകാമെന്നാണ് വാഗ്ദാനം ഉണ്ടായിരുന്നത്. പക്ഷേ ഈ 100 വീടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ 273 വീടോ ഇപ്പോൾ എവിടെയാണ്, അല്ലെങ്കിൽ ഈ പദ്ധതി എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒന്നും അറിയത്തില്ല എന്നുള്ളതാണ് വസ്തുത. ഇത് കൂടാതെ തന്നെ ഏകദേശം 4.5 ഏക്കറോളം സ്ഥലം പല ആളുകൾ സംഭാവനയായിട്ട് നൽകിയിരുന്നു ഈ ഒരു പ്രൊജക്റ്റ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് ആവപ്പാടെ ചുങ്കത്തറയിൽ ഒരു അധ്യാപകൻ മാത്രമാണ് ഒരു വീട് പണിത് കൊടുത്തത്. അതിനു വേണ്ടിയിട്ടുള്ള സ്ഥലം റീബിൽഡ് നിലമ്പൂരിൻ്റെ ഭാഗമായിട്ട് നൽകിയിട്ടുണ്ട്. ബാക്കിയുള്ള ഇത്രയും 275ഓളം വീടുകൾ പണിത് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകൾ വാഗ്ദാനം നൽകിയിട്ടും ഈ 4.5 ഏക്കറോളം ഭൂമി പലരിൽ നിന്നായി സംഭാവനയായിട്ട് ലഭിച്ചിട്ടും എന്തുകൊണ്ടാണ് റീബിൽഡ് നിലമ്പൂർ നടക്കാതെ പോയത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് പി.വി. അൻവർ ആൻസറബിളാണ്. അവിടെയാണ് പി.വി. അൻവർ കേപ്പബിൾ ആണോ എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വരുന്നത്. എന്തുകൊണ്ടാണ് റീബിൽഡ് നിലമ്പൂർ നടക്കാതെ പോയത്? റീബിൽഡ് നിലമ്പൂരുമായി ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഒരു അക്കൗണ്ടും ഓപ്പൺ ചെയ്തതിന് ശേഷം പിന്നീട് പി.വി. അൻവർ എവിടെ ഉണ്ടായിരുന്നത്? സൗത്ത് ആഫ്രിക്കയിലാണ് ഉണ്ടായിരുന്നത്. നമുക്ക് ഈ പി.വി. അൻവറിന്റെ 2020 ചില ഫേസ്ബുക്ക് പോസ്റ്റുകളുണ്ട്, അതൊന്ന് വായിച്ചു പോകേണ്ടതായിട്ടുണ്ട്.
PV അൻവറിൻ്റെ തന്നെ പോസ്റ്റാണിത്. ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ജാനുവരി 9, 2020 ഇട്ടിരിക്കുന്ന പോസ്റ്റാണ് PV അൻവർ. ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എടക്കര ശാഖയിൽ റീബിൽഡ് നിലമ്പൂരിന് വേണ്ടി അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് 16/8/2019 റീബിൽഡ് നിലമ്പൂരിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ എൻ്റെ പേരിലും കൺവീനറുമായ പോത്തുകൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കരുണാകരൻ പിള്ളയുടെയും പേരിലുള്ള ജോയിൻ്റ് അക്കൗണ്ട് ആണിത്. അതിനുശേഷം അക്കൗണ്ട് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ തന്നെ ഭൂമി, അതായത് റീബിൽഡ് നിലമ്പൂരിന് വേണ്ടിയിട്ട് നിരവധി സുമനസ്സുകൾ ഭൂമി കൈമാറാൻ തയ്യാറാണെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. 1 സെന്റ് ഭൂമി പോലും ഇന്ന് വരെ റീബിൽഡ് നിലമ്പൂരിൻ്റെ പേര് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഔദ്യോഗികമായി ഭൂമിയുടെ ക്രയവിക്രയം നടന്നത് വഴിക്കടവ് സ്വദേശിയും പ്രവാസിയുമായ ജിജിയുടെ പേരുണ്ടായിരുന്ന 20 സെന്റ് ഭൂമിയുടെ കാര്യത്തിൽ മാത്രമാണ്. വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ EK സുഖവും അവിടുത്തെ മറ്റ് പൊതുപ്രവർത്തകരും ചേർന്ന് കണ്ടെത്തിയ 5 ഉപഭോക്താക്കൾക്ക് ജിജി നേരിട്ട് ഭൂമി രജിസ്റ്റർ നൽകുകയാണ് ഉണ്ടായത്. പൂർണ്ണമായ വിവരങ്ങൾ ചൂടെ ചേർക്കുന്നു. റോയിസ് കറിയ വഴിക്കടവ് പഞ്ചായത്ത് 40 സെന്റ് സ്ഥലം, മാടത്തിങ്ങൽ ഉസ്മാൻ വഴിക്കടവ് പഞ്ചായത്ത് 33 സെന്റ്, ജിജി വഴിക്കടവ് പഞ്ചായത്ത് 20 സെന്റ്, ഇബ്രാഹിം വേങ്ങര ചുങ്കത്തറ പഞ്ചായത്ത് 1 ഏക്കർ, ഇബ്രാഹിം വേങ്ങര പോത്തുകൽ പഞ്ചായത്ത് 80 സെന്റ്, ബഷീർ മ്ലാവത്ത് ചുങ്കത്തറ പഞ്ചായത്ത് 5 സെന്റ്, ബെന്നി ചെരുവുകാലയിൽ ചുങ്കത്തറ പഞ്ചായത്ത് 5 സെന്റ്, ഹാരിസ് പുല്ലങ്കോട് പോത്തുകൽ പഞ്ചായത്ത് 73 സെന്റ്, നിയാസ് പുളിക്കാലത്ത് പോത്തുകൽ പഞ്ചായത്ത് 34 സെന്റ്, AP അബു പോത്തുകൽ പഞ്ചായത്ത് 32 സെന്റ്, ആനക്കയം അസീസ് എടക്കര പഞ്ചായത്ത് 10 സെന്റ്, തനിച്ചങ്ങാനാടൻ മക്കരപ്പുറ പാണ്ടിക്കാട് പഞ്ചായത്ത് 13 സെന്റ്, അബ്ദുൽ നാസർ അമരമ്പലം പഞ്ചായത്ത് 10.25 സെന്റ്. ആകെ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് 4 ഏക്കർ 55 സെന്റ്. അതായത് 4.5 ഏക്കറോളം സ്ഥലം ഇദ്ദേഹത്തിന് വാഗ്ദാനമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ റീബിൽഡ് നിലമ്പൂരുമായി സഹകരിച്ച് പ്രളയ ദുരിതാശ്വാസത്തിനായി വീട് നിർമ്മിച്ചു നൽകാൻ സന്നദ്ധത അറിയിച്ചവരുടെ വിവരങ്ങൾ: ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി 100 വീടുകൾ, കേരള മുസ്ലിം ജമാഅത്ത് 50 വീടുകൾ, പീപ്പിൾസ് ഫൗണ്ടേഷൻ 30 വീടുകൾ, ഇംബെക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ് ഗ്രൂപ്പ് 30 വീടുകൾ, MA യൂസഫലി 30 വീടുകൾ, കൾച്ചറൽ ചാരിറ്റി ഫൗണ്ടേഷൻ 5 വീടുകൾ, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് കൂട്ടായ്മ 2 വീടുകൾ, ബിജു മാർത്തോമ ഹയർ സെക്കൻഡറി അധ്യാപകൻ 1 വീട്. എനിക്ക് ആ അധ്യാപകൻ്റെ മാത്രമാണ് ഒരു വീടിൻ്റെ നിർമ്മിതി പൂർത്തീകരിച്ചിട്ടുള്ളത്. എടക്കര സ്കൂൾ PTA 1 വീട്, ഗവൺമെൻറ് കോളേജ് മലപ്പുറം 1 വീട്, സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ 1 വീട്, വണ്ടൂർ ഉപജില്ലാ അധ്യാപക കൂട്ടായ്മ 1 വീട്, കാത്തോലിക്കേറ്റ് സ്കൂൾ ഹെൽപ്പിംഗ് ഹാൻഡ്സ് 8 വീടുകൾ, ജില്ലാ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ 8 വീട്, കുന്നുമൽ അഹമ്മദ് ചെറുകോട് 1 വീട്, ഖുറാൻ സ്റ്റഡി സെൻറ്റർ 3 വീട്, കാളപൂട്ട് അസോസിയേഷൻ ചെറുവാടി 1 വീട്, മെഡിക്കൽ അസോസിയേഷൻ 1 വീട്, മഹല് കമ്മിറ്റി പാതാർ 1 വീട്, തൃശ്ശൂർ ചുലൂർ മഹല് കമ്മിറ്റി 1 വീട്. ആകെ വാഗ്ദാനം ചെയ്യപ്പെട്ട വീടുകളുടെ എണ്ണം 275. നിലവിലെ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയ 26 വീടുകളുടെ നിർമ്മാണം നടന്നു വരുന്നു. വിശദ വിവരങ്ങൾ ഇമേജിനോടൊപ്പം ചേർത്തിട്ടുണ്ട് എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ ആ ഇമേജിനോടൊപ്പം വീടുകളുടെ ഫോട്ടോ ഇല്ല, കുറച്ച് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രമാണ് ആ ഒരു ഇമേജിനോടൊപ്പം തന്നെ ഉള്ളത്. നമ്മളൊരു കാര്യം പരിശോധിക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 275 വീടുകൾ സംഭാവനയായിട്ട് നിലമ്പൂരിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ടതായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഏകദേശം 4.25 ഏക്കറോളം സ്ഥലവും കണ്ടെത്തി. ഇനിയും സ്ഥലം ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിലമ്പൂരിനെ സംബന്ധിച്ച് സ്ഥലം കണ്ടെത്താനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ആ സ്ഥലം കണ്ടെത്തി ഈ 275 വീട് വാഗ്ദാനമായി ലഭിച്ചിട്ടുള്ള വീട്, ആ വീട് നിർമ്മിച്ച് നൽകാൻ സാധിക്കാത്ത PV അൻവറാണ് ബേപ്പൂരിൽ പോയിട്ട് സത്യാന്വേഷണ യാത്രയുമായിട്ട് നടക്കുന്നത്. ഇനിയും ചില കാര്യങ്ങൾ പറയാനുണ്ട്. ചേലക്കരയിൽ കഴിഞ്ഞ പ്രാവശ്യം ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇദ്ദേഹം പോയിട്ട് ചില വീടുകളുടെ വാഗ്ദാനങ്ങളൊക്കെ നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കാമെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സറ ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ പ്രസക്തി ഇവിടെയാണ്. ഈ PV അൻവർ ബേപ്പൂരിൽ മത്സരിച്ചാൽ വിജയിക്കുമോ, അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിന് അത് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ PV അൻവർ ആരാണ് എന്ന് കേരളത്തിന് മൊത്തത്തിൽ അറിയാം. PV അൻവർ ആരാണ് എന്ന് നിലമ്പൂരിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ മുഹമ്മദ് റിയാസിന് ഏതെങ്കിലും തരത്തിലൊരു ടെൻഷൻ ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഏകദേശം 1416 കോടിയുടെ വികസന പദ്ധതികൾ ബേപ്പൂരിൽ നടപ്പിലാക്കിയിട്ടുള്ള ആളാണ് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നത്. അതിനകത്ത് പദ്ധതികൾ ചിലതൊക്കെ പൂർത്തിയായി കഴിഞ്ഞു, ചിലതൊക്കെ ഓൺഗോയിങ് ആണ്. കൃത്യമായൊരു ലിസ്റ്റ് വെച്ച് അത് പറയാനായിട്ട് മുഹമ്മദ് റിയാസിന് സാധിക്കും. പക്ഷേ ചിലയിടങ്ങളിൽ ചില പോരായ്മകളൊക്കെ ഉണ്ടാവും. ചില ബിൽഡിങ്ങുകളുടെ പണിയിൽ ചിലപ്പോൾ അതിൻ്റെ കുറച്ച് കാലതാമസം നേരിട്ടിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ അവിടെ ജീവനക്കാരെ നിയമിക്കുന്നതിനൊക്കെ വലിയ പ്രോസസ്സ് ഉണ്ട്. നമ്മുടെ PSCയുടെ ഒക്കെ ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ആ പ്രോസസ്സൊക്കെ കഴിഞ്ഞു വരാനായിട്ട് കുറച്ചൊക്കെ സമയമെടുത്തേക്കാം, 2-3 മാസമൊക്കെ സമയമെടുത്തേക്കാം. പക്ഷേ ഈ ഒരു കാലയളവിനെയൊക്കെ വിമർശനത്തിന് വിധേയമാക്കിക്കൊണ്ട് ബേപ്പൂരിൽ വോട്ട് നേടാം എന്ന് വിചാരിച്ച് ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ ബേപ്പൂർ ഹാർബറിനെ കുറിച്ചൊക്കെ ഇദ്ദേഹം സംസാരിക്കുന്നുണ്ടല്ലോ.
ഒന്ന് പോയി കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനുശേഷം വേണം ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട്. എന്തൊക്കെ വിമർശനങ്ങൾ മുഹമ്മദ് റിയാസിന് നേരെ വന്നു കഴിഞ്ഞാലും കേരളം കണ്ടിട്ടുള്ള മികച്ച മന്ത്രിമാരിൽ ഒരാൾ തന്നെയാണ് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു സംശയവും വേണ്ട. കാരണം PV അൻവർ ഈ ബേപ്പൂരിൽ സത്യാന്വേഷണ യാത്ര നടത്തുന്നതിന് മുമ്പായിട്ട് നിലമ്പൂരിൽ പോയിട്ട് ഈ റീബിൽഡ് നിലമ്പൂർ ഇപ്പോൾ എവിടെയാണ്, അതിൻ്റെ അവസ്ഥ എന്താണ്, അതിൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ള ഏകദേശം 28 ലക്ഷത്തോളം രൂപയുണ്ട്, ആ പൈസയെ ഇപ്പോൾ എന്താണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് PV അൻവർ സംസാരിക്കേണ്ടത്. ആദ്യം അതൊക്കെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ബേപ്പൂർ മണ്ഡലത്തിൽ PV അൻവർ UDFന്റെ സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ അദ്ദേഹം പോയി മത്സരിക്കട്ടെ. പക്ഷെ അതിനു മുമ്പ് തന്നെ സത്യാന്വേഷണ യാത്ര എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യോ. കാരണം PV അൻവർ കേരളത്തിലെ ഒരു വലിയ നേതാവും ബാക്കി ആളുകളെല്ലാം ഒരു ചെറിയ സംഭവങ്ങളാണ് എന്നുള്ള രീതിയിലേക്കൊക്കെ പറയുമ്പോഴത്തേക്ക് അത് പറയാതിരിക്കാൻ വേണ്ടി പറ്റുമോ? നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് PV അൻവറിന്റെ സത്യാന്വേഷണ യാത്ര എന്ന് പറയുന്നത് വെറും പ്രഹസനം മാത്രമാണ്. ഇന്നലെ ചാലിയം ഹാർബർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു AI ഫോട്ടോ ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അല്പത്തരത്തിന് കയ്യും കാലും വെച്ചിട്ടുള്ള ഒരു പ്രകടനമാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. ജനാധിപത്യ രീതിയിലാണ് മത്സരിക്കേണ്ടത്. കാരണം ഒരു കാര്യം ഇപ്പം ബേപ്പൂരുകാർക്കെല്ലാം മനസ്സിലായി, ബേപ്പൂരിൽ വികസനമുണ്ട്. അവിടെ ബിൽഡിങ്ങുകൾ വന്നിട്ടുണ്ട്, റോഡുകളുടെ നിലവാരം ഉയർന്നിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് ബേപ്പൂരിന് സാധിച്ചിട്ടുണ്ട് എന്ന് അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇദ്ദേഹം പക്ഷേ ഈ ഹോസ്പിറ്റലുകളിലൊക്കെ ചെല്ലുന്നത് എന്തൊരു പൊതുശല്യമാണെന്നറിയോ? ഈ ഹോസ്പിറ്റലുകളിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ രോഗികളെ OP യിലിരുന്ന് കാണേണ്ട ഡോക്ടർമാർക്ക് ഇദ്ദേഹം ചെല്ലുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പുറകെ നിൽക്കേണ്ടി വരത്തില്ലേ? പണ്ട് ചേലക്കരയിലെ ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ പരിശോധനയ്ക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് താങ്കൾ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് ആട്ടിപ്പായിച്ചതാണ്. ഇദ്ദേഹം ചെല്ലുന്ന സമയത്ത് ഒരു മുൻ MLA എന്നുള്ള രീതിയിൽ ബേപ്പൂരിലെ ഹോസ്പിറ്റലിലെ ആളുകൾ ഒരു ബഹുമാനമൊക്കെ കൊടുക്കും. ആ ബഹുമാനം കൊടുക്കുന്ന അത്രയും സമയം എന്ന് പറയുന്നത് 1 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂർ, അരമണിക്കൂറാണെങ്കിൽ അരമണിക്കൂർ. ഈ അരമണിക്കൂറൊക്കെ രോഗികളെ നോക്കാതെ ഡോക്ടർമാർക്ക് മാറി നിൽക്കേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നഴ്സുമാർക്കൊക്കെ മാറി നിൽക്കേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ PV അൻവർ ഒരു പൊതുശല്യമായിട്ട് മാറുമല്ലേ? അല്ലേ? ശരിയല്ലേ അത്? കാരണം അത് മനസ്സിലാക്കണ്ട. കാരണം പൊതുജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ OP ടൈമിലല്ലേ ഹോസ്പിറ്റലിലേക്ക് കയറി ചെല്ലുന്നത്. ESI റെഫറൽ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, എന്തും ആയിക്കൊള്ളട്ടെ. കാരണം ESI റെഫറൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു പനിയൊക്കെ ആയിട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് വേറെ എന്തെങ്കിലും ഒരു ചെറിയ രോഗങ്ങളൊക്കെ ആയിട്ട് ചെല്ലുന്ന സമയത്ത് അവിടെ ട്രീറ്റ്മെൻറ്റ് കിട്ടും. അതല്ല കുറച്ചുകൂടി മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഹോസ്പിറ്റലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ടൊക്കെ നടത്തുന്ന ഈ നാടകങ്ങൾ, അല്ലെങ്കിൽ മറ്റ് ഗവൺമെൻറ് ഓഫീസുകളുടെയൊക്കെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നാടകങ്ങൾ, അത് ബേപ്പൂരിലെ ജനങ്ങൾ തിരിച്ചറിയാതിരിക്കുമോ? പിന്നെ മുഹമ്മദ് റിയാസിന് ഭയപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? ഈ പറഞ്ഞ പോലെ റിയാസ് നടത്തിയ വികസനങ്ങൾ, പ്രവർത്തനങ്ങൾ ഒരു കോഴിക്കോടുകാരി എന്നുള്ള നിലയ്ക്ക് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. അതേപോലെ തന്നെ അവിടെയുള്ള ബേപ്പൂരുള്ള ജനങ്ങളും. പിന്നെ ഈ അൻവർ എന്ത് കോൺഫിഡൻസിന്റെ പുറത്താണ് ഈ ഒരു അംഗത്തിന് ഒരുങ്ങുന്നത്? കാരണം അൻവർ ഇതേപോലെ തന്നെയാണല്ലോ നിലമ്പൂരും അംഗത്തിന് ഇറങ്ങിയത്. അൻവറിന് ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. അൻവർ അവിടെ നിന്ന് വിജയിക്കുമെന്ന് കരുതിയിരുന്നു. പക്ഷേ അൻവർ വിജയിച്ചുമില്ല. അൻവർ എത്ര വോട്ട് പിടിച്ചു എന്നറിയാം. അൻവറിന് കിട്ടിയ വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യാടൻ ഷൗക്കത്തിന് എതിരായിട്ട് നിന്നിരുന്ന കോൺഗ്രസ് വോട്ടുകളാണ് ഈ പറഞ്ഞ PV അൻവറിന് വേണ്ടിയിട്ടുള്ളത്. മറിച്ച് PV അൻവറിൻ്റെ ഒരു സ്വാധീനം കൊണ്ട് പിടിച്ചിട്ടുള്ള വോട്ടല്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏകദേശം ബേപ്പൂരെ വികസനം അത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിനകത്ത് ഒരു സംശയത്തിൻ്റെയും അടിസ്ഥാനമില്ല. PV അൻവർ സത്യാന്വേഷണ യാത്ര നടത്തേണ്ടത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിലമ്പൂരാണ്. റീബിൽഡ് നിലമ്പൂരിനായിട്ട് 275 വീടുകൾ സംഭാവനയായിട്ട് കിട്ടിയിരുന്നു. 4.5 ഏക്കർ ഭൂമി സംഭാവനയായിട്ട് കിട്ടിയിരുന്നു. അതിൻ്റെ ആധാരം ഇപ്പോഴും PV അൻവറിൻ്റെ ഓഫീസിൽ ചിതലരിച്ചിരിപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് പൊടിതട്ടിയെടുത്ത് ആ 275 വീട് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആദ്യം നടത്തിയതിനു ശേഷം നമുക്ക് ബേപ്പൂരിൽ വന്നിട്ട് സത്യാന്വേഷണ യാത്ര നടത്താം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.